ഞങ്ങളുടെ വീട്ടിൽ ഒരു പരുന്ത് വന്ന് കൂട് വെച്ചു. നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഈ തെങ്ങിൻ്റെ മണ്ടയിലാണ് കൂട് വെക്കുന്നത്. ഈ തെങ്ങിൻ്റെ താഴെ ഇതാണ് സോളാർ പാനലുകളാണ്. അവിടെ കൂട് വെക്കുന്നത് ഞാൻ കുറേ ദിവസമായിട്ട് ഈ പരുന്ത് ഇവിടെയൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുന്നത് ഞാൻ ടെറസയിലോട്ട് ഇറങ്ങുമ്പോഴൊക്കെ അതിൽ പറക്കുകയും പിന്നെ നമ്മുടെ ജനലിൻ്റെ അടുത്ത് മുറ്റത്ത് വന്നിരിക്കുകയും മാവേന്ന് കമ്പൊടിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് എൻ്റെ ഭർത്താവാണ് ഈ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കൂട് വെച്ചു എന്ന് പറഞ്ഞത്. ആ കൂട്ടിൽ പലതരം സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ആരുടെയോ കുളിക്കുന്ന ലൂഫ പ്ലാസ്റ്റിക് ഒരു പഫുണ്ടല്ലോ, അതൊക്കെ വെച്ചിരുന്നു. പലതും പൊഴിഞ്ഞ് താഴോട്ട് വീഴും. ഇതിൻ്റെ ഇടയിൽ അവരെങ്ങനെയോ കൂട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് അവിടെ മുട്ടയിട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ ഇത് അപ്പനാണ്. വേറൊരാൾ അതിനകത്ത് അനങ്ങുന്നത് കാണാം. വേറൊരു പരുന്ത് ഈ കൂട്ടിനകത്ത് അനങ്ങുന്നത് കാണാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നത് അതിന് ഇഷ്ടപ്പെടുന്നില്ല എന്നെനിക്കിപ്പോൾ ഒരു സംശയം തോന്നി. കാരണം ഇന്നലെ ഞാൻ ഇങ്ങനെ പരുന്തിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഡൈവ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് വന്ന് എന്നെ തൊട്ടില്ല, പക്ഷേ എൻ്റെ തലയുടെ മുകളിൽ കൂടെ പറന്നു. അത് 2 പ്രാവശ്യം ചെയ്തു. അതെനിക്ക് വാർണിംഗ് ഇതാണ്. എന്നിട്ട് ആ തെങ്ങിൽ പോയിരുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ വായിച്ച് നോക്കി, മുട്ടയിട്ട സമയത്തൊക്കെ മുട്ടയിട്ട് കൂട്ട് ഉള്ളപ്പോൾ അത് വളരെ അഗ്രസീവാണ്, അതിൻ്റെ നെസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മളതിൻ്റെ മുഖത്ത് നോക്കിയിരുന്നാൽ അത് നമ്മളെ ഉപദ്രവിക്കത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഒന്ന് പരിശ്രമിക്കേണ്ട എന്ന് വിചാരിക്കുന്നു. തല പറിക്കും മുടിയില്ല അല്ലേ തന്നെ. അപ്പോൾ ഈ പരുന്തിൻ്റെ കുറച്ച് പടങ്ങളാണിത്. ഞാൻ സോളാറിൻ്റെ അടിയിൽ നിന്നാണ് ചിലതൊക്കെ എടുത്തത്, അതിൻ്റെ വിടവിൽ കൂടെ. അന്നേരം പിന്നെ ഇതിന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ പരുന്ത് കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നോക്കിയാൽ കാണാം ആ അമ്മയുടെ തലയൊക്കെ അനങ്ങുന്നതും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നതും. സൂക്ഷിച്ച് നോക്കിയാൽ തെങ്ങിൻ്റെ ഇടയിൽ അത് ഇരിക്കുന്നത് നമുക്ക് കാണാം. എപ്പോഴും ഇങ്ങനെ നിലവിളിയാണ്. ഭക്ഷണത്തിനായിട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിതാവ് കൊണ്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതിന് അനങ്ങുന്നു. അതിന് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനൊന്ന് കഴിക്കണ്ടേ? അതൊക്കെയാണ് അത് കിടന്ന് നിലവിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരുന്തിൻ്റെ ഇപ്പോഴത്തെ വിശേഷം. അപ്പോൾ നിർത്തട്ടെ. നിങ്ങളെൻ്റെ ഡയബറ്റീസ് വീഡിയോകളൊക്കെ കാണണം. നന്ദി, നമസ്കാരം.